Hello everyone, welcome back to my channel. ഇന്ന് നമ്മൾ RRB NTPC എക്സാമിൻ്റെ ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. 19th മാർച്ചിൻ്റെ ഫസ്റ്റ് ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോ ആണ് ഇത്. ഞാനിതിൽ ക്വസ്റ്റ്യനും ആൻസറും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു RRB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കും ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. എൻ്റെ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. So the first question is, in which year was the National Legal Services Authority NALSA constituted ചെയ്തത്? നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആയിട്ടുള്ള നാൽസ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ 1995. ഏതിലാണ്? 1995 5th ഡിസംബർ. ഓക്കെ, 1995 5th ഡിസംബറിനാണ് നാൽസ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ അത് അണ്ടർ ഏത് ആക്ട് ആയിരുന്നു, ഏത് ആക്ടിൻ്റെ കീഴിലായിരുന്നു അത് ഇനാക്ട് ചെയ്തത്? ഇറ്റ് വാസ് അണ്ടർ ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് ഓഫ് 1987. 1987 ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് വഴിയാണ് നാൽസ അല്ലെങ്കിൽ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ഫോം ആവുന്നത്. ആൻഡ് ഇതിൻ്റെ മെയിൻ എയിം എന്തായിരുന്നു? ടു പ്രൊവൈഡ് ഫ്രീ ആൻഡ് കോമ്പീറ്റൻറ്റ് ലീഗൽ സർവീസസ് ടു വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റിയിലെ വീക്കർ സെക്ഷൻസിന് ഫ്രീ ലീഗൽ എയ്ഡ് അല്ലെങ്കിൽ ഫ്രീ ലീഗൽ ഹെൽപ്പ് ഓർ ഫ്രീ ലീഗൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നതായിരുന്നു നാൽസയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് ഇതിൻ്റെ ഹെഡ് അല്ലെങ്കിൽ പാട്രോൺ ഇൻ ചീഫ് എന്ന് പറയുന്നത് ഹെഡ് തന്നെയാണ് അല്ലേ. ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സെർവ്സ് ആസ് എ പാട്രോൺ ഇൻ ചീഫ് ഓഫ് നാൽസ, അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. By what percentage was the Indian rupee devalued in 1991? 1991 നമുക്കറിയാം എന്താണ് എക്കണോമിക് റീഫോംസ് ആയിട്ടുള്ള LPG പോലുള്ള എക്കണോമിക് റീഫോംസ് നടന്ന ഇയർ ആണ് ഇത് 1991. ആ ടൈമിൽ ഇന്ത്യൻ റുപ്പി ഡീവാല്യൂ ചെയ്യുകയുണ്ടായി. എത്ര പെർസെൻറ്റേജ് ആയിരുന്നു? അബൌട്ട് 18 to 20%. അബൌട്ട് 18 to 20% വരെയായിരുന്നു ഇന്ത്യൻ റുപ്പി ഡീവാല്യൂ ചെയ്യുകയുണ്ടായത്. ഏത് ഇയറിലായിരുന്നു? 1991. ആൻഡ് 1991 ഇയറിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറയുന്നുണ്ട് അല്ലേ. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, എക്കണോമിക് റീഫോംസ് നടന്ന ഇയർ ആണ്. ആൻഡ് ആ ടൈമിൽ ആരായിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ? ആരായിരുന്നു? PM ആരായിരുന്നു? ഇറ്റ് വാസ് PV നരസിംഹറാവു ആയിരുന്നു ദ പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് LPG റീഫോംസ് എന്ന് പറയുന്നത്. അതുപോലെ ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു? ഇറ്റ് വാസ് മൻമോഹൻ സിംഗ്. ഓക്കെ, ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആണ് ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വിച്ച് ഓഷ്യൻ ഇസ് ദ റിംഗ് ഓഫ് ഫയർ ലൊക്കേറ്റഡ്? റിംഗ് ഓഫ് ഫയർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ഓഷ്യനിലാണ്? ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ പെസിഫിക് ഓഷ്യൻ. ഓക്കെ, പെസിഫിക് ഓഷ്യനിലാണ് റിംഗ് ഓഫ് ഫയർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വേൾഡിലെ അബൌട്ട് 75% ഓഫ് ആക്റ്റീവ് വോൾക്കാനോസും എവിടെയാണ്? പെസിഫിക് ഓഷ്യൻ്റെ റീജിയനിലാണ് കാണപ്പെടുന്നത് കേട്ടോ. വേൾഡിൽ അബൌട്ട് ആക്റ്റീവ് വോൾക്കാനോസ് ആണ്. 75% ഓഫ് ആക്റ്റീവ് വോൾക്കാനോസും പെസിഫിക് ഓഷ്യൻ റീജിയനിലാണ് കാണപ്പെടുന്നത്. ആൻഡ് നമ്മുടെ ഇന്ത്യയിലെ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോ ഏതാണ്? ഇന്ത്യയിലെ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോ ഇറ്റ്സ് ബാരൻ ഐലൻഡ്സ്. ഏതാണ്? ബാരൻ ഐലൻഡ്സ് ആണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെ ബാരൻ ഐലൻഡ്സ് ആണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ബാരൻ ഐലൻഡ്സ് ആണ് ഇന്ത്യയിലുള്ള ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോ എന്ന് പറയുന്നത്. Okay, so the next question നോക്കിയേ. Who among the following was the extremist leader who led strong struggle for Indian independence? ഇത് ആക്ച്വലി കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാനായിരുന്നു. അപ്പം ആൻസർ വാസ് ബാലഗംഗാധര തിലകായിരുന്നു. ആൻഡ് ആരൊക്കെയാണ് ദ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ്? ലാൽ പാൽ ബാൽ അല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു അല്ലേ. ലാൽ പാൽ ബാലാണ്. ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ബാലഗംഗാധര തിലക്. ഇവർ മൂന്നുപേരുമായിരുന്നു ആര്? ദ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം ഓപ്ഷനിൽ ബാലഗംഗാധര തിലക് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആൻസർ ഇവിടെ കൊടുത്തത് കേട്ടോ. നമുക്ക് ബാലഗംഗാധര തിലകിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കിയേ. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ അൺറെസ്റ്റ്. ആരാണ്? ബാലഗംഗാധര തിലകാണ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ അൺറെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷോൾ ഹാവ് ഇറ്റ് എന്ന സ്ലോഗൻ പറഞ്ഞതും ആരാണ്? ബാലഗംഗാധര തിലകാണ്. അതുപോലെ തന്നെ ഗണപതി ആൻഡ് ശിവജി ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരായിരുന്നു? ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ബാലഗംഗാധര തിലക്. ഓക്കെ, ഗണപതി ആൻഡ് ശിവജി ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാലഗംഗാധര തിലകാണ് കേട്ടോ. ആൻഡ് ഓൾസോ പുള്ളിക്കാരൻ്റെ 2 ന്യൂസ് പേപ്പേഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. ഇറ്റ് വാസ് കേസരി ആൻഡ് മഹാരട്ട. ഓക്കെ, ആൻഡ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേസരി ആൻഡ് മഹാരട്ട എന്ന് പറയുന്ന ന്യൂസ് പേപ്പേഴ്സിൽ
ബ്രിട്ടീഷ് ഗവൺമെന്റിന് എതിരായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഈ ഒരു ന്യൂസ് പേപ്പറിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ബാലഗംഗാധര തിലകിനെ ഇതിന്റെ പേരിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു ജയിലിൽ അടയ്ക്കുകയുണ്ടായി. എവിടെയായിരുന്നു, ഏത് ജയിലിലായിരുന്നു അത്? ഇറ്റ് വാസ് മാൻഡലെ ജയിൽ. ഏത് ജയിലാണ്? മാൻഡലെ. ഓക്കെ, മാൻഡലെ ജയിലാണ് ഇൻ ബർമ. ബർമ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ മ്യാൻമർ ആണ്. ഓക്കെ, ബർമ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മ്യാൻമർ ആണ്. അപ്പൊ ബർമയിലുള്ള മാൻഡലെ ജയിലിലാണ് ബാലഗംഗാധര തിലകിനെ ബ്രിട്ടീഷേഴ്സിന് എതിരായിട്ട് കേസരി മഹാരട്ട പോലുള്ള ന്യൂസ് പേപ്പേഴ്സിൽ ന്യൂസ് പബ്ലിഷ് ചെയ്തതിനായിട്ട് ജയിലിൽ ആക്കപ്പെട്ടത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The Senkaku Islands are currently administered by which country? Okay, Senkaku Islands ആക്ച്വലി 3 കൺട്രീസ് തമ്മിൽ ഡിസ്പ്യൂട്ടിലാണ്. ജപ്പാൻ, ചൈന ആൻഡ് തൈവാൻ. ഏതൊക്കെ 3 കൺട്രീസ് ആണ്? ജപ്പാൻ, ചൈന ആൻഡ് തൈവാൻ 3 കൺട്രീസുമായിട്ട് ഈ ഒരു സെൻകാക്കു ഐലൻഡ്സ് ഒരു ഡിസ്പ്യൂട്ടിലാണ്. എന്നാൽ അതിന്റെ കറന്റ്ലി അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ജപ്പാനാണ് കേട്ടോ. സിൻസ് ഐ തിങ്ക് 1972 ആണെന്ന് തോന്നുന്നു. സിൻസ് 1972 ജപ്പാനാണ് സെൻകാക്കു ഐലൻഡ്സിനെ അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ചൈന ഈ ഒരു ഐലൻഡിനെ ചൈന റെഫർ ചെയ്യുന്ന നെയിം ഡയാവോ ഐലൻഡ്സും, അതുപോലെ തൈവാൻ വിളിക്കുന്നത് തയോട്ടെ ഐലൻഡ്സ് എന്നുമാണ്. ഓക്കെ, ചൈന റെഫർ ചെയ്യുന്നത് ഡയാവോ ഐലൻഡ്സ് എന്നും തൈവാൻ റെഫർ ചെയ്യുന്നത് തയോട്ടെ ഐലൻഡ്സ് എന്നുമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം കറന്റ്ലി അത് ജപ്പാനാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Which architectural elements are primarily combined in the temples built during Mughal period? Okay, മുഗൾ പീരീഡിൽ ബിൽഡ് ചെയ്ത ടെമ്പിൾസിലാണ്. ഓക്കെ, ടെമ്പിൾസിൽ കാണപ്പെടുന്ന ഒരു മെയിൻ ആർക്കിടെക്ചറൽ എലമെന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ടെമ്പിൾ ഓഫ് വൃന്ദാവനൊക്കെ കാണിച്ചിരിക്കുന്നത്. അതൊക്കെ മുഗൾ പീരീഡിൽ ബിൽഡ് ചെയ്ത ടെമ്പിൾസ് ആണ്. അവിടെ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്. ഓക്കെ, ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അതിൽ മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിക്കാര, അതുപോലെ പോയിന്റഡ് ആർച്ചസ്. ഓക്കെ, ഷിക്കാര എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ഹിന്ദു ടെമ്പിളിന്റെ ഒരു ഫീച്ചറാണ് ഷിക്കാര എന്ന് പറയുന്നത്. അതുപോലെ പോയിന്റഡ് ആർച്ചസ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ രീതിയാണ്. അപ്പൊ ഇത് രണ്ടും എവിടെയാണ്? വൃന്ദാവൻ ടെമ്പിൾസിൽ ഇത് രണ്ടും കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറൽ സ്റ്റൈൽ അല്ലെങ്കിൽ ഹൈബ്രിഡ് ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്നും പറയും. ഹൈബ്രിഡ് ആർക്കിടെക്ചറൽ സ്റ്റൈൽ അല്ലെങ്കിൽ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറൽ സ്റ്റൈലിലായിരുന്നു മുഗൾ പീരീഡിലുള്ള ടെമ്പിൾസ് ബിൽഡ് ചെയ്തിരുന്നത്. ആൻഡ് ഓൾസോ ഈ ടെമ്പിൾസ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന ടൈമിൽ മുഗൾ റൂളർ ആരായിരുന്നു? ഇറ്റ് വാസ് അക്ബർ ആയിരുന്നു ദ മുഗൾ റൂളർ ഡ്യൂറിങ് ഈ ടെമ്പിൾസ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രണ്ട് എലമെന്റ്സ് എന്തൊക്കെയാണ്? ഷിക്കാര ഓർ സ്പയർ ആൻഡ് പോയിന്റഡ് ആർച്ചസ് ആണ് കേട്ടോ. ഷിക്കാര ഓർ സ്പയർ എന്ന് പറയുന്നത് ഒരു ഹിന്ദു ഫീച്ചറും അതുപോലെ പോയിന്റഡ് ആർച്ചസ് ഒരു മുസ്ലിം ആർക്കിടെക്ചറൽ ഫീച്ചറും ആയിരുന്നു. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Which article of the Indian Constitution deals with the term of office of the governor? ഗവർണറിന്റെ ടേം ഓഫ് ഓഫീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ഇറ്റ്സ് ആർട്ടിക്കിൾ 156. ഗവർണറിന്റെ ടേം ഓഫ് ഓഫീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ആർട്ടിക്കിൾ 156 ആണ്. ആൻഡ് ഗവർണറിന്റെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് നോർമലി 5 years ആണ് കേട്ടോ. ആൻഡ് ഓൾസോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത രണ്ട് ആർട്ടിക്കിൾസ് നോക്കിയാൽ ഗവർണർ ഓഫ് സ്റ്റേറ്റിന് പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ 153. ഓക്കെ, അപ്പൊ ഗവർണർ ഓഫ് സ്റ്റേറ്റിന് വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 153. അതാണ് അപ്പം മെയിൻ ആർട്ടിക്കിൾ വരുന്നത് ആർട്ടിക്കിൾ 153 ആണ്. അത് കഴിഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണർ പറയുന്നത് ആർട്ടിക്കിൾ 155. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 156 ടേം ഓഫ് ദി ഓഫീസ് ഓഫ് ഗവർണർ പറയുന്നത്. അത് കഴിഞ്ഞ് ആർട്ടിക്കിൾ 157 ക്വാളിഫിക്കേഷൻസ് ഓഫ് ദി ഗവർണർ പറയുന്നത്. അപ്പോൾ 153 പ്രൊവൈഡ്സ് ഫോർ എ ഗവർണർ, 155 അപ്പോയിന്റ്മെന്റ് ഓഫ് ദി ഗവർണർ വരുന്നു, 156 ടേം ഓഫ് ഓഫീസ് വരുന്നു, ആൻഡ് 157 ക്വാളിഫിക്കേഷൻസ് ഓഫ് ഗവൺമെന്റ്, ക്വാളിഫിക്കേഷൻസ് ഫോർ എ ഗവർണർ. ഓക്കെ, ക്വാളിഫിക്കേഷൻസ് ഫോർ എ ഗവർണർ വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. By which constitutional amendment were the fundamental duties added to the constitution? എപ്പോഴും ചോദിക്കുന്നല്ലേ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴിയാണ്? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണിത്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 ആണ്. ആൻഡ് ഈ അമെൻമെന്റ് ആക്ട് ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന
അമെൻമെൻറ്റ് ആക്ട് ഏതാണ്? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 ആണ്. ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നത് ഏത് പാർട്ടിലാണ്? ഇറ്റ്സ് മെൻഷൻഡ് ഇൻ പാർട്ട് 4A ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 4A ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നത്. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നത്. ആൻഡ് ഓൾസോ ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വഴിയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ ആഡ് ചെയ്യുന്നത്? ഏത് കമ്മിറ്റി ആയിരുന്നു? ഇറ്റ് വാസ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഓക്കെ, സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഇനിഷ്യലി കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്ത ടൈമിൽ നമുക്ക് 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരെണ്ണം കൂടി ആഡ് ചെയ്തു. ഇപ്പം നമുക്ക് ടോട്ടലി 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഇപ്പം 11th വൺ നമ്മൾ ആഡ് ചെയ്യുന്നത് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2002 വഴിയാണ്. 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2002 വഴിയാണ് നമ്മൾ 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആഡ് ചെയ്യുന്നത്. ആൻഡ് എന്തായിരുന്നു 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി? ഇറ്റ് റിക്വയേഴ്സ് ദ പാരൻസ് ടു ഗീവ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിലോങ്ങിങ് ടു ഏജ് 6 to 14 അല്ലേ? 6 to 14 ഇയേഴ്സ് വരെയുള്ള ചിൽഡ്രന് എന്താണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻസിനോട് റിക്വയർ ചെയ്യുന്നതായിരുന്നു ഏത്? 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2002 ഉണ്ടായിരുന്നത് നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് what is the total area added during the expansion of Sariska Wildlife Sanctuary? ഓക്കെ, അപ്പോൾ 2025 ഈ അടുത്തായിട്ട് നമ്മൾ 2025 സരിസ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി എക്സ്പാൻഡ് ചെയ്തായിരുന്നു. അത് എത്ര ഏരിയ ആയിരുന്നു? ഇറ്റ് വാസ് അപ്രോക്സിമേറ്റ്ലി 44,000 ഹെക്ടേഴ്സ്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 44,000 ഹെക്ടേഴ്സ് ആയിരുന്നു എക്സ്പാൻഡ് ചെയ്തത് കേട്ടോ. ടോട്ടൽ ഏരിയ എക്സ്പാൻഡ് ചെയ്തത് 44,000 ഹെക്ടേഴ്സ് ആയിരുന്നു. ആൻഡ് ഈ സരിസ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ അൽവാർ ഡിസ്ട്രിക്ട് ഓഫ് രാജസ്ഥാൻ. രാജസ്ഥാനിലെ അൽവാർ ഡിസ്ട്രിക്റ്റിലാണ് സരിസ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ടൈഗർ റിസർവ്. ഓക്കെ, ഒരു ടൈഗർ റിസർവ് ആണിത്. 1978 നമ്മളിത് ടൈഗർ റിസർവ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് അണ്ടർ പ്രോജക്റ്റ് ടൈഗർ. എന്താണ് പ്രൊജക്റ്റ് ടൈഗർ? എക്സ്റ്റിൻറ്റ് ആവുന്ന അല്ലെങ്കിൽ എൻഡാഞ്ചേർഡ് ആയിട്ടുള്ള ടൈഗേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ടൈഗർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 1973. ഓക്കെ, പ്രൊജക്റ്റ് ടൈഗർ 1973 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ പ്രൊജക്റ്റ് എലിഫൻ്റ് ഉണ്ട് കേട്ടോ. പ്രൊജക്റ്റ് എലിഫൻ്റ് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇയർ ഈസ് 1992. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റ് എലിഫൻ്റ് സ്റ്റാർട്ട് ചെയ്തത് വാസ് 1992. പ്രൊജക്റ്റ് ടൈഗർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1973 കേട്ടോ. അപ്പോൾ ഇതൊരു ടൈഗർ റിസർവ് ആയിട്ട് നമ്മൾ 1978 ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. ഏതാണ്? സരിസ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ രാജസ്ഥാനിൽ. ഓക്കെ, അതുപോലെ തന്നെ സരിസ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ എന്ന് ചോദിച്ചാൽ 1955 ആണ്. 1955 സരിസ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതൊരു ടൈഗർ റിസർവ് ആവുന്നതാണ് 1978. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ബഹ്റാംജി മലബാരി ഈസ് മെയിൻലി അസോസിയേറ്റഡ് വിത്ത് വിച്ച് സോഷ്യൽ റീഫോം ലെജിസ്ലേഷൻ? ഓക്കെ, ബഹ്റാംജി മലബാരിയാണ്. ഓക്കെ, ബഹ്റാംജി മലബാരി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റീഫോമർ ആയിരുന്നു. ആൻഡ് ഹി ക്യാമ്പയിൻഡ് എഗൻസ്റ്റ് ചൈൽഡ് മാരേജ്. ഓക്കെ, മെയിനായിട്ട് ചൈൽഡ് മാരേജിന് എഗൻസ്റ്റ് ക്യാമ്പയിൻ ചെയ്ത ഒരാളായിരുന്നു ആര്? ബഹ്റാംജി മലബാരി എന്ന് പറയുന്നത്. സോ ഫോർ വിമൻസ് റൈറ്റ്സ് ഇൻ ഇന്ത്യ, വിമൻസിൻ്റെ റൈറ്റും അതുപോലെ ചൈൽഡ് മാരേജിന് എഗൻസ്റ്റ് ആയിട്ട് ക്യാമ്പയിൻ ചെയ്തിരുന്ന ഒരാളാണ് ആര്? ബഹ്റാംജി മലബാരി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഹി ഈസ് റിലേറ്റഡ് ടു ദി ഏജ് ഓഫ് കൺസെൻറ്റ് ആക്ട്. ഏജ് ഓഫ് കൺസെൻറ്റ് ആക്ട് പുള്ളിക്കാരൻ്റെ കൂടി കോൺട്രിബ്യൂഷൻ വഴിയാണ് നമ്മൾ 1891 ഏജ് ഓഫ് കൺസെൻറ്റ് ആക്ട് പാസ് ചെയ്യുന്നത്. ഏജ് ഓഫ് കൺസെൻറ്റ് ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ് മാരേജിന് ഇന്ത്യയിൽ അന്ന് ലീഗലി ഏജ് എന്ന് പറയുന്നത് 10 ആയിരുന്നു ഏജ്. അത് 12 ആക്കുകയായിരുന്നു. ഓക്കെ, 10 ആയിരുന്നു ഏജ്, അത് നമ്മൾ 12 ആക്കുകയായിരുന്നു ത്രൂ ദി ഏജ് ഓഫ് കൺസെൻറ്റ് ആക്ട്. ഏജ് ഓഫ് കൺസെൻറ്റ് ആക്ട് വഴി 12 ഇയേഴ്സ് ആക്കി നമ്മൾ ചൈൽഡ് മാരേജിൻ്റെ ഏജ് എന്ന് പറയുന്നത്. യെസ്, ദ ആക്ട് റേസ്ഡ് ദ ഏജ് ഓഫ് കൺസെൻറ്റ് ഫോർ ഗേൾസ് ഫ്രം 10 to 12 ഇയേഴ്സിലോട്ട് ആക്കേണ്ടായിരുന്നു. അതായിരുന്നു ഏജ് ഓഫ് കൺസെൻറ്റ് ആക്ട് ഓഫ് 1891. And who played a major role in it? It was Bhairamji Malabari. Okay, so the next question നോക്കിയേ.
വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ബ്രിങ്സ് പാരലൽ റേസ് ഓഫ് ലൈറ്റ് ടു എ ഫോക്കസ് അറ്റ് എ സിംഗിൾ പോയിന്റ്? പാരലൽ റേസ് ഓഫ് ലൈറ്റിനെ ഒരു സിംഗിൾ പോയിന്റിൽ ഫോക്കസിന് കൊണ്ടുവന്നത്, അതായത് ഫോക്കൽ പോയിന്റ് അല്ലെ. പാരലൽ റേസ് ഓഫ് ലൈറ്റ് ഒരു പോയിന്റ് ഫോക്കസിൽ വരുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് ഫോക്കൽ പോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫോക്കൽ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത് ഏത് ലെൻസ് ആണ്? ഇറ്റ്സ് കോൺവെക്സ് ലെൻസ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കൺവേർജിങ് ലെൻസ് അല്ലെ. കൺവേർജിങ് ലെൻസ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കുന്നതിന് എന്താണ്, പാരലൽ ആയിട്ട് പോകുന്ന ലൈറ്റ് റേസിനെ അവർ കൺവേർജ് ടു എ സിംഗിൾ ഫോക്കൽ പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കൺവേർജിങ് ലെൻസ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇസ് ഓക്സിജൻ എ നോബിൾ ഗ്യാസ്? ആക്ച്വലി ക്വസ്റ്റ്യൻ ഇങ്ങനെ അല്ലായിരുന്നു, കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് അതിൽ ഏതായിരുന്നു നോബിൾ ഗ്യാസ് അല്ലാത്തത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആൻഡ് ദ ആൻസർ വാസ് ഓക്സിജൻ. ഓക്കെ, ആൻസർ ഓക്സിജൻ ആയിരുന്നു. അപ്പോൾ ഇത് ഓക്സിജൻ ഒരു നോബിൾ ഗ്യാസ് അല്ല, നമുക്കറിയാം ഓക്സിജൻ ഒരു നോബിൾ ഗ്യാസ് അല്ല. നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ അതൊരു ഇനേർട്ട് ഗ്യാസ് ആയിരിക്കും അല്ലേ. ഇനേർട്ട് ഗ്യാസസിനെയാണ് നമ്മൾ റിയാക്റ്റീവ് ആയിട്ടുള്ള ഗ്യാസസ് ആയിരിക്കില്ല, അവരെയാണ് നമ്മൾ നോബിൾ ഗ്യാസസ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഓക്സിജൻ അങ്ങനെയല്ല. ഓക്സിജൻ ഗ്രൂപ്പ് 16ലാണ് വരുന്നത്, ചാൽക്കജൻസിലാണ്. ഓക്കെ, ഗ്രൂപ്പ് 16 ഓഫ് ദ പീരിയോഡിക് ടേബിളിലാണ് ഓക്സിജൻ വരുന്നത്. എന്നാൽ നോബിൾ ഗ്യാസസ് ഗ്രൂപ്പ് 18 ഓഫ് ദ പീരിയോഡിക് ടേബിളിലാണ് ഇത് നോബിൾ ഗ്യാസസ് വരുന്നത്, ഗ്രൂപ്പ് 18ലാണ്. ദേ ആർ ഓൾസോ കോൾഡ് ആസ് ഇനേർട്ട് ഗ്യാസസ് എന്ന് വിളിക്കുന്നുണ്ട്. ആൻഡ് ഏതൊക്കെയാണ് ഇത് നോബിൾ ഗ്യാസസ് നോക്കി വെച്ചേ. നോബിൾ ഗ്യാസസ് ആർ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ ആൻഡ് റേഡൺ. ഓക്കെ, ഈ 6 ഗ്യാസസ് നമ്മൾ നോക്കി വെക്കുക കേട്ടോ. നോബിൾ ഗ്യാസസ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതൊക്കെയാ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ ആൻഡ് റെഡോൺ. ഓക്കെ, അപ്പോൾ ഈ 6 ഗ്യാസസ് ആണ് എന്ത് നോബിൾ ഗ്യാസസിൽ വരുന്നത്, വിച്ച് ഈസ് ഇൻ ദ ഗ്രൂപ്പ് 18. ഓക്കെ, ഇപ്പോൾ ഗ്രൂപ്പ് 18ലാണ് നോബിൾ ഗ്യാസസ് വരുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇനേർട്ട് ഗ്യാസസ്. ഓക്കെ, ആൻഡ് ദേ ആർ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ ആൻഡ് റേഡൺ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Which article of the Indian Constitution provides the union and state governments to make discretionary grants for any public purposes? ഓക്കെ, എന്തെങ്കിലും ഒരു പബ്ലിക് പർപ്പസിന് ഡിസ്ക്രിഷണറി ഗ്രാൻസ് ഉദ്ദേശിക്കുന്നത് അധികാര പരിധിയിൽ അല്ലെങ്കിൽ നമ്മുടെ ലെജിസ്ലേറ്റീവിന് ഉള്ളിൽ വരാത്ത, അതിൻ്റെ പുറമേ വരുന്ന കുറച്ച് ഫിനാൻഷ്യൽ ഗ്രാൻസ് ആണ്. ഓക്കെ, അതായത് ഗവൺമെൻറ്റിന് ഇൻ കേസ് ഓഫ് എനി എമർജൻസീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ പ്രോജക്ട്സിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റ്സിന് സ്വന്തം ഇഷ്ടപ്രകാരം കുറച്ച് ഫിനാൻഷ്യൽ ഗ്രാൻസ് പാസ്സാക്കാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? പബ്ലിക് പർപ്പസിനായിരിക്കണം കേട്ടോ. അത് പ്രൊവൈഡ് ചെയ്യാമെന്ന് കൊടുക്കുന്ന ആർട്ടിക്കിൾ ഈസ് ആർട്ടിക്കിൾ 282. ഇപ്പം ഡിസ്ക്രിഷണറി ഗ്രാൻസ് ഫോർ എനി പബ്ലിക് പർപ്പസിന് ഗവൺമെൻറ്റിന് ഡിസ്ക്രിഷണറി ഗ്രാൻസ് കൊടുക്കുന്നത് ആർട്ടിക്കിൾ 282ലാണ്. ഓക്കെ, ആൻഡ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊന്ന് നോക്കിക്കുക. ആർട്ടിക്കിൾ 275ലാണ് ഗ്രാൻസ് യൂണിയൻ ഗവൺമെൻറ് സ്റ്റേറ്റിന് കൊടുക്കുന്ന ഗ്രാൻസ് ഏതിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 275ലാണ്. ആർട്ടിക്കിൾ 275ലാണ് യൂണിയൻ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഗ്രാൻസിനെ പറ്റിയിട്ട് പറയുന്നത്. ആൻഡ് ഓൾസോ ഇതൊരു ഫ്ലിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി അല്ലേ, ഗവൺമെൻറ്റിന് ഒരു ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി നൽകുന്നുണ്ട് അല്ലേ, അവരുടെ ഇഷ്ടത്തിന് ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി നൽകുന്നുണ്ട് ഈ ഒരു ആർട്ടിക്കിളിൽ. ഓക്കെ, ആൻഡ് നോക്കിക്കേ, ഫിനാൻസ് കമ്മീഷൻ്റെ ആർട്ടിക്കിൾ വരുന്ന ഏതിലാണ്? ആർട്ടിക്കിൾ 280. ആർട്ടിക്കിൾ 280യിൽ ഏതാ? ഫിനാൻസ് കമ്മീഷൻ. ആർട്ടിക്കിൾ 280യിലാണ് ഫിനാൻസ് കമ്മീഷൻ വരുന്നത്. ഇത് യൂണിയൻ ഫിനാൻസ് കമ്മീഷൻ ആണ് കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഉണ്ട്. ഈ നോർമൽ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂണിയനും അതുപോലെ സ്റ്റേറ്റും തമ്മിലുള്ള ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആണ് ഫിനാൻസ് കമ്മീഷനിൽ വരുന്നത് 280 ആർട്ടിക്കിളിൽ. ദെൻ നമുക്ക് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കമ്മീഷൻ ഉണ്ട് കേട്ടോ. അത് സ്റ്റേറ്റും അതിന് കീഴിലുള്ള, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസും സ്റ്റേറ്റും ഒക്കെ തമ്മിലുള്ള ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിലേഷൻസ് ആണ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കമ്മീഷനിൽ വരുന്നത്. അതിൻ്റെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 243(1). ഓക്കെ, ആർട്ടിക്കിൾ 243(1)ലാണ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കമ്മീഷൻ. ആർട്ടിക്കിൾ 243(1)ലാണ് ഉള്ളത്. അതുപോലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ദെൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ ഏതിലാണ് വരുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ 324 ആണ് കേട്ടോ. അത് ഓർമ്മയുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ 324ലാണ്. ആർട്ടിക്കിൾ 324. അതുപോലെ നമ്മുടെ UPSC എവിടെയാണ്? UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC ആർട്ടിക്കിൾ 315.
ആർട്ടിക്കിൾ 315 ടു ആർട്ടിക്കിൾ 323. ഓക്കെ, ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ UPSC ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷൻ വരുന്നുണ്ട്. ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ ആണ് വരുന്നത് അല്ലെ. ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ UPSC മെയിൻ ആയിട്ട് ആർട്ടിക്കിൾ 315 ആണ്. ദെൻ ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയും UPSC റിലേറ്റഡ് ഫാക്ട്സ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ കാര്യം എന്താ? പ്ലാനിംഗ് കമ്മീഷൻ ആക്ച്വലി പ്ലാനിംഗ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, അതൊരു അഡ്വൈസറി ബോഡിയാണ് കേട്ടോ. അതായത് ഇതിനൊരു ആർട്ടിക്കിൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിനെ സ്പെസിഫൈ ചെയ്തൊരു ആർട്ടിക്കിൾ വരുന്നില്ല. അതുകൊണ്ട് ഇതൊരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഒരു അഡ്വൈസറി ബോഡിയാണ് കേട്ടോ, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആൻഡ് എന്നാണ് പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1950. ഓക്കെ, മാർച്ച് 1950 പ്ലാനിംഗ് കമ്മീഷൻ നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് അതിപ്പോൾ നമുക്ക് റീനെയിം ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ഏത് ഇയറിലായിരുന്നു? 2015 1915 പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എന്നാൽ 2015 അത് റീനെയിം ചെയ്തു. എന്തെന്നാ റീനെയിം ചെയ്തത്? നീതി ആയോഗ് അല്ലേ. പ്ലാനിംഗ് കമ്മീഷൻ വാസ് റീനെയിംഡ് ആസ് നീതി ആയോഗ് ഇൻ 2015. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ് നീതി ആയോഗ് റീനെയിം ചെയ്തത് 2015. ആൻഡ് ആരാണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്? ചെയർമാൻ ഓഫ് നീതി ആയോഗ് എപ്പോഴും ആരാണ്? ദ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, പ്രൈം മിനിസ്റ്റർ ആണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ അല്ലെങ്കിൽ ചെയർമാൻ ഓഫ് നീതി ആയോഗ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഇപ്പോൾ കറൻ്റ്ലി നരേന്ദ്ര മോദിയാണ്. ഓക്കെ അല്ലേ. ഇപ്പോൾ കാര്യങ്ങൾ ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ 280 വരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ 324 വരുന്നു. ദെൻ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇസ് എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലെ, ഒരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇപ്പോൾ അത് നീതി ആയോഗ് എന്നറിയപ്പെടുന്നു. ഇത് 2015 അത് റീനെയിം ചെയ്ത് നീതി ആയോഗ് ആക്കിയത്. ഓക്കെ അല്ലേ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. പ്രയാഗ് പ്രശസ്തി പ്രൈമർലി ഡിസ്ക്രൈബ്സ് ദ അച്ചീവ്മെന്റ്സ് ഓഫ് വിച്ച് റൂളർ? ഏത് റൂളറിന്റെ അച്ചീവ്മെന്റ്സ് ആണ് നമ്മൾ പ്രയാഗ് പ്രശസ്തി എന്ന് പറയുന്നത്? ഇതാണ് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻസ് ആണ്. അലഹബാദിലെ പില്ലർ ഇൻസ്ക്രിപ്ഷൻസ് ആണ് പ്രയാഗ് പ്രശസ്തി. ആൻഡ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏത് റൂളറിന്റെ അച്ചീവ്മെന്റ്സ് ആണ്? സമുദ്രഗുപ്തന്റെ. ഓക്കെ, ഏത് റൂളറിന്റെ ആണ്? സമുദ്രഗുപ്തന്റെ. ഗുപ്ത റൂളർ ആയിട്ടുള്ള സമുദ്രഗുപ്തന്റെ അച്ചീവ്മെന്റ്സ് ആണ് പ്രയാഗ് പ്രശസ്തിയിൽ നമ്മൾ എന്താ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സമുദ്രഗുപ്ത ഈസ് ഓൾസോ നോൺ ആസ് ദ നെപ്പോളിയൻ ഓഫ് ഇന്ത്യ അല്ലേ. നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇറ്റ്സ് സമുദ്രഗുപ്തയാണ് നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് ഈ പ്രയാഗ് പ്രശസ്തി കമ്പോസ് ചെയ്യുന്നത് ആരാണ്? ഇറ്റ് വാസ് കമ്പോസ്ഡ് ബൈ ഹരിസേന, ദ കോർട്ട് പോയറ്റ് ഓഫ് സമുദ്രഗുപ്തയാണ്. ഓക്കെ, ഇത് ചോദിക്കാറുണ്ട് അല്ലേ. സമുദ്രഗുപ്തയുടെ കോർട്ട് പോയറ്റ് ആരാണ്? ഹരിസേനയാണ് സമുദ്രഗുപ്തയുടെ കോർട്ട് പോയറ്റ് എന്ന് പറയുന്നത്. ആൻഡ് പുള്ളിക്കാരനാണ് ഇത് പ്രയാഗ് പ്രശസ്തി, പ്രയാഗ്രാജ്, അലഹബാദിലെ പ്രയാഗ്രാജിലുള്ള പ്രയാഗ് പ്രശസ്തി കമ്പോസ് ചെയ്തത് ഹരിസേനയാണ്. ആൻഡ് ഈ ഇൻസ്ക്രിപ്ഷൻസ് സാൻസ്ക്രിറ്റിലായിരുന്നു കേട്ടോ. ബ്രഹ്മി സ്ക്രിപ്റ്റ്. ഓക്കെ, ബ്രഹ്മി സ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സാൻസ്ക്രിറ്റിലായിരുന്നു ഈ ഒരു ഇൻസ്ക്രിപ്ഷൻസ് നമ്മൾ എഴുതിയിരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ വിച്ച് മൗണ്ടൻ റേഞ്ച് വാസ് ദ സുപ്രീം കോർട്ട് പ്ലേസ്ഡ് ആൻ ഇന്ററിം സ്റ്റേ ഓൺ ഗ്രാൻഡിങ് ന്യൂ മൈനിങ് ലീസസ്? ഇതിപ്പോൾ ഈ അടുത്ത് നടന്നൊരു ഇഷ്യൂ ആണല്ലേ. പുതിയതായിട്ട് അവിടെ മൈൻ ചെയ്യാനുള്ള അനുവാദം നൽകിയില്ല അല്ലേ. സുപ്രീം കോർട്ട് ആ ഒരു അനുവാദം അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടായി. അത് ഏത് മൗണ്ടൻ റേഞ്ചസ് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു? ആരവല്ലി റേഞ്ച്. ഓക്കെ, ആരവല്ലി റേഞ്ചസിനെ റിലേറ്റ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു മൈനിങ് ലീസിന് കൊടുക്കാനുള്ള ഒരു ഇഷ്യൂ വരുന്നത്. സുപ്രീം കോർട്ട് അതിനൊരു സ്റ്റേ കൊടുത്തു. ഓക്കെ, അതിനെ സുപ്രീം കോർട്ട് തടയുകയുണ്ടായി. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് മൗണ്ടൻ റേഞ്ചസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ട്രാൻസ് ഹിമാലയാസിലുള്ള മൗണ്ടൻ റേഞ്ചസ് ആണ് ചോദിച്ചത്. നമുക്കറിയാം നമ്മുടെ നോർത്തേൺ മൗണ്ടൻസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ദ ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ് ഹിമാലയാസ്, ദെൻ ഹിമാലയാസ് ആൻഡ് പൂർവചൽ. ഓക്കെ, ട്രാൻസ് ഹിമാലയാസ് ആൻഡ് പൂർവചൽ, ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ട്രാൻസ് ഹിമാലയാസിൽ വരുന്ന മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം. ഇറ്റ് വാസ് കാരക്കോരം, ലഡാക്ക് ആൻഡ് സസ്കർ. കാരക്കോരം, ലഡാക്ക് ആൻഡ് സസ്കർ ആണ് ട്രാൻസ് ഹിമാലയസ്. ഓക്കെ, ട്രാൻസ് ഹിമാലയാസിലാണ് കാരക്കോരം, ലഡാക്ക്, സസ്കർ. എവിടെയാണ്? ട്രാൻസ് ഹിമാലയാസിലാണ്
കാരക്കോരം, ലഡാക്ക്, സസ്കർ മൗണ്ടൻ റേഞ്ചസ് കാണപ്പെടുന്നത്. ഇത് മോസ്റ്റ്ലി നമ്മുടെ കോൾഡ് റീജിയൻസ് ആണ് അല്ലെ, കോൾഡ് ഡെസേർട്സ് ആണ് മോസ്റ്റ്ലി. Okay, so the next question നോക്കിയേ, which Buddhist texts are the teachings and discourses of Gautama Buddha primarily compiled? ടീച്ചിങ്സിന്റെ കാര്യമാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ടീച്ചിങ്സ് ആൻഡ് ഡിസ്കോഴ്സസ് ഓഫ് ഗൗതമ ബുദ്ധ പ്രൈമർലി നമ്മൾ കമ്പൈൽ ചെയ്തിരിക്കുന്നത് ഏത് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റിലാണ്? ഇറ്റ്സ് ഇൻ സുട്ട പിതക. ഇതിലാണ് സുട്ട പിതക്കയിലാണ് ടീച്ചിങ്സ് ആൻഡ് ഡിസ്കോഴ്സസ്, ടീച്ചിങ്സ് ഓഫ് ഗൗതമ ബുദ്ധ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സുട്ട പിതക്കയിലാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ത്രിപിതിക, നമുക്കറിയാം ത്രിപിതിക എന്ന് പറയുന്നത് ബുദ്ധിസം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സേക്രഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്ചറാണ് ഇത് ത്രിപിതിക എന്ന് പറയുന്നത്. ഈ ത്രിപിതികയിൽ 3 പാർട്ടുകളുണ്ട് കേട്ടോ. ത്രിപിതിക കണ്ടെയ്ൻസ് ഓഫ് 3 പാർട്സ്. അതിൽ ഒരെണ്ണമാണ് ഇത് സുട്ട പിതക എന്ന് പറയുന്നത്. അതിലാണ് നമ്മുടെ ഗൗതമ ബുദ്ധയുടെ ടീച്ചിങ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സുട്ട പിതകയിലാണ്. ത്രിപിതകയിൽ 3 പാർട്സ് ഉണ്ട്, അതിൽ ഒന്നാണ് സുട്ട പിതക എന്ന് പറയുന്നത്. ആൻഡ് ത്രിപിതക റിട്ടൺ ഇൻ വിച്ച് ലാംഗ്വേജ്? ഇറ്റ് വാസ് റിട്ടൺ ഇൻ പാലി ലാംഗ്വേജ്. ഓക്കെ, ഏത് ലാംഗ്വേജിലാണ്? പാലി ലാംഗ്വേജിലാണ് ത്രിപിതക എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ത്രിപിതകയുടെ മെയിൻ 3 പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ദ ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തു, സുട്ട പിതക. അതിൽ ടീച്ചിങ്സ് ആൻഡ് സെർമൺസ് ഓഫ് ബുദ്ധയാണ്. ടീച്ചിങ്സ് ആൻഡ് സെർമൺസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ വിനയ പിതക. വിനയ പിതകയിലാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ മങ്സിനും നൺസിനും. ഓക്കെ, മങ്സിനും നൺസിനുമുള്ള റൂൾസും റെഗുലേഷൻസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിലാണ്, വിനയ പിതകയിലും. അതുപോലെ അഭിധമ പിതകയിലാണ് ഫിലോസഫിക്കൽ ആൻഡ് ഡോക്ട്രിനൽ അനാലിസിസ്. ഓക്കെ, ഫിലോസഫിക്കലും ഡോക്ട്രിനൽ അനാലിസിസ് എന്ന് പറയുമ്പം എന്താ പറയുക, നമ്മുടെ ലീഗൽ കാര്യങ്ങളൊക്കെ, ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇതിലാണ്, അഭിധമ പിതകയിലാണ്. ലീഗൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് അഭിധമ പിതകയിലാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ബുദ്ധിസം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ബുദ്ധിസ്റ്റ് ടീച്ചിങ്സും ഗൗതമ ബുദ്ധയുടെ ടീച്ചിങ്സും കാര്യങ്ങളും റൂൾസും ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ത്രിപിതകയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് ബുദ്ധിസമായിട്ട് റിലേറ്റ് ചെയ്ത് അതുപോലെ തന്നെ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് എഴുത്തുകളാണ് ഏതൊക്കെ? ജാതക ടെയിൽസ് അല്ലേ. ജാതക ടെയിൽസിലും ടീച്ചിങ്സ് ഓഫ് ബുദ്ധയും അതുപോലെ ബുദ്ധയുടെ ചൈൽഡ്ഹുഡും കാര്യങ്ങളൊക്കെയാണ് ജാതക ടെയിൽസിലും. അതുപോലെ ധമ്മപദയുണ്ട്. ഓക്കെ, ധമ്മപദയിലും ഇതുപോലെ തന്നെ എന്താണ് ബുദ്ധയുടെ ടീച്ചിങ്സും കാര്യങ്ങളും ഒക്കെയാണ് ഈ 2 റൈറ്റിങ്സിലും വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് പ്രൊവൈഡഡ് എ ലോൺ ടു ഇന്ത്യ ടു പ്രൊമോട്ട് ദ PM സൂര്യഘർ യോജന? PM സൂര്യഘർ യോജന പ്രൊമോട്ട് ചെയ്യാൻ എന്തായിരുന്നു PM സൂര്യഘർ? സോളാർ എനർജി അല്ലെങ്കിൽ സോളാർ പാനൽ പ്രൊമോട്ട് ചെയ്യുന്നതായിരുന്നു PM സൂര്യഘർ യോജന എന്ന് പറയുന്നത്. ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ലോൺ പ്രൊവൈഡ് ചെയ്തിരുന്നത്? ഇറ്റ് വാസ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഏതാണ്? ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. ആൻഡ് ഈ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്സ് കൂടുതലും ഇതുപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, പോവർട്ടി റിഡക്ഷൻ, ക്ലൈമറ്റ് റെസിലിയന്റ് പ്രോജക്ട്സിനൊക്കെ അതിൻ്റെ മെമ്പർ കൺട്രീസിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്ന ഒരു ബാങ്കാണ് ഇത്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ മനില. ഓക്കെ, ഫിലിപ്പൈൻസിൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള മനിലയിലാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള മനിലയിലാണ്.